സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആർ.ടി. സന്തോഷ് വർഗി ആയാലും അലജസ് പെരേരയൊക്കെ ആയാലും നെഹ്റു ഫാമിലി ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന അതേ പോസ്റ്റിൽ എഴുതാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഞാൻ രാഹുൽ ഗാന്ധിയെ കളിയാക്കി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി, ഇനി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും എഴുതി വെച്ചോ എന്നുള്ള രീതിയിൽ ഒരാളൊരു കമന്റ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പേടി കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയുടെ കള്ളത്തരങ്ങൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രാഹുൽ ഗാന്ധി ഞാൻ വെറുതെ കളിയാക്കൊന്നുമില്ല, ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ 3-4 കള്ളത്തരങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആദ്യത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും പാർലമെന്റിൽ വന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു വന്നു. അക്ടീവറിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പച്ചക്കള്ളം വിളിച്ചു വന്നു. ഇന്ത്യൻ സൈന്യം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ തള്ളുന്നു. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പച്ചക്കള്ളം പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈന്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണത്തില്ല, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ മത്സരിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി? ഇതിന് പിന്നിൽ ഒരു നല്ല ചതി ഉണ്ടായിരുന്നു എന്ന് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എല്ലാം വാഗ്ദാനം ചെയ്തത് 1 ലക്ഷം രൂപയാണ് ബാങ്ക് അക്കൗണ്ട് വഴി. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തന്നെ രണ്ടായിട്ട് ഒട്ടിക്കുന്ന രീതിയിലുള്ള സമീപനം. അധികാരം പിടിക്കാൻ വേണ്ടി നമ്മൾ കള്ളും കഞ്ചാവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന പോലെ നമ്മുടെ ടാക്സ് മണി എടുത്തിട്ട് വാഗ്ദാനം ചെയ്തു. നടക്കില്ല എന്ന് ഉറപ്പുള്ള വാഗ്ദാനം കൊടുക്കുന്നു. അങ്ങനെ കുറെ സ്ത്രീകളൊക്കെ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്തു. ഉത്തർപ്രദേശിൽ കുറെ സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നും അവർ നേടിയെടുത്തു. ഇത് ചതിയാണ്. ലക്നൌവില് കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ സ്ത്രീകൾ വന്ന് സമരം ചെയ്യുന്നത് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തത് എന്റെ കുഴപ്പമല്ല, ഒന്നാന്തരം ചതി. 3, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അവസരവാദി. കൊൽക്കത്ത റേപ്പ് കേസ്, 31 വയസ്സുകാരി ഡോക്ടറിനെ അതിക്രൂരമായിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ റേപ്പ് ചെയ്തു വന്നു. രാജ്യം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുന്നു, പ്രതിഷേധിക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നാന്തരം അവസരവാദിയാണെന്ന് തെളിയുന്ന രീതിയിലുള്ള സമീപനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അവിടുത്തെ പ്രതിസ്ഥാനത്തിരിക്കുന്നത് മമതാ ബാനർജിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഘടകകക്ഷി നേതാവാണ്. മിണ്ടിയിട്ടില്ല, കൊൽക്കത്ത സന്ദർശിച്ചിട്ടില്ല. രാഹുലോ പ്രിയങ്കയോ അവസരവാദിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടുന്ന പ്രതിപക്ഷ നേതാവിനെ അവസരവാദി എന്നല്ലാതെ ഞാൻ പിന്നെ വേറെ എന്ത് വിളിക്കണം? 4ാമത്തെ ഉദാഹരണം, കാശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി ഫറൂഖ് അബ്ദുള്ളയുമായി പോയി കൈ കൊടുക്കുകയാണ് ഇലക്ഷൻ അലയൻസ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടി. ആരാണ് ഫറൂഖ് അബ്ദുള്ള? ആർട്ടിക്കിൾ 370 രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് വാദിക്കുന്ന നേതാവാണ് ഫറൂഖ് അബ്ദുള്ള. അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 370 ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാശ്മീരിനെ ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് പഴയ കല്ലേറിലേക്കും വിഘടനവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും അവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഫറൂഖ് അബ്ദുള്ളയോടൊപ്പം പോയി കൈകൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ ഫറൂഖ് അബ്ദുള്ളയൊക്കെ കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ഫറൂഖ് അബ്ദുള്ളയുടെ ഇന്ത്യ വിരുദ്ധ പരാമർശം നിരവധിയുണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യവും ഭീകരവും ഒത്തുകളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഈ ഫറൂഖ് അബ്ദുള്ള. കാശ്മീർ അടുത്ത ഗാസയാവുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഫറൂഖ് അബ്ദുള്ള. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞപ്പോൾ പാകിസ്ഥാനികളുടെ കയ്യിൽ കിടക്കുന്നത് വളകളല്ലെന്നും അവരുടെ കയ്യിൽ അണ്വായുധമുണ്ടെന്നും പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ വ്യക്തിയാണ് ഫറൂഖ് അബ്ദുള്ള. ഇതുപോലെ വിഘടനവാദികളുടെ ഒപ്പമൊക്കെ പോയി കൈ കൊടുത്ത് അധികാരം പിടിക്കുന്ന ഒരാൾ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു. 50+ വയസ്സുള്ള രാഹുൽ ഗാന്ധി ചിലരെങ്കിലും വിളിക്കുന്ന യുവനേതാവ് എന്നാണ്. യഥാർത്ഥത്തിൽ യുവനേതാവായിട്ടുള്ള ഷാഫി പറമ്പലിനെ പോലുള്ള ആൾക്കാരൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് ഗംഭീരമായനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഷാഫി പറമ്പലിനൊന്നും പ്രതിപക്ഷ നേതാവാനോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനോ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് പറ്റൂല. കാരണം നെഹ്റു ഫാമിലിയിലല്ല ജനിച്ചത്. സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആർ.ടി. സന്തോഷ് വർഗി ആയാലും അലജസ് പെരേരയൊക്കെ ആയാലും നെഹ്റു ഫാമിലി ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന അതേ പോസ്റ്റിൽ എഴുതാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ വിമർശിക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ്. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുക.